4 ദിവസമായി എറണാകുളത്തെ പല ഭാഗങ്ങളായി വെള്ളം ലഭിക്കുന്നില്ല. പ്രത്യേകിച്ചും തമ്മനം അതുപോലെ ചേരാനെല്ലൂർ ഭാഗങ്ങളിലാണ് വെള്ളം ലഭിക്കാത്തത്. അവർ പ്രധാനമായും പറയുന്നത് മെട്രോ നിർമ്മാണത്തെ തുടർന്നുണ്ടായ അപാകതയിലാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. 4 ദിവസമായി പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തിരിക്കുന്നത്. MLA ഇപ്പോൾ 3-4 ദിവസമായില്ലേ പൈപ്പ് പൊട്ടിയിട്ട് ആളുകൾക്ക് വെള്ളം കിട്ടാതെ. ഇപ്പോൾ അധികൃതർ എന്താണ് പറയുന്നത്? അതെ, ഇപ്പോൾ ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും ഇത്ര നേരമായിട്ട് ഇവിടെ ഞാൻ വന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മെട്രോ MDനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ആളുകൾ ഇപ്പോൾ വരുന്നു പറഞ്ഞാൽ ആളുകൾ വന്നിട്ടുണ്ട്. ആളുകൾ വന്നതുകൊണ്ട് വെള്ളമില്ല. 1, 2 വാട്ടർ അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥരും വന്നിട്ടില്ല ഇവിടെ. വാട്ടർ അതോറിറ്റി ആളുകൾ വരാതെ അവരെ അഷുറൻസ് തരാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കുടിവെള്ളം ഇല്ലാതെ ആളുകളെ വലയ്ക്കാൻ പറ്റില്ല. ഇത് 4ാമത്തെ ദിവസമാണ്. അത് 4ാമത്തെ ദിവസം വൈകുന്നേരം ഇത് ശരിയാക്കിയതല്ല, വീണ്ടും അടുത്തത് പൊട്ടിയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ഈ പൈലിംഗ് തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ നടന്നുകൊണ്ടിരുന്നത്. ഇവർ യാതൊരു കോർഡിനേഷൻ ഇല്ലാതെ വാട്ടർ അതോറിറ്റിയായിട്ട് പൈപ്പ് എവിടെയെന്ന് അറിയില്ലാതെ ഈ പൈലിംഗ് നടത്തുന്ന പരിപാടി നിർത്തിവെക്കണം. നിർത്തി അയച്ചാലേ പറ്റുള്ളൂ. വിജയകുമാർ, ഇവർ പറയുന്ന പോലെ 4 ദിവസമായി ഇവിടെ പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഈ 4 ദിവസമായിട്ടും ഇവിടെ ആളുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന ടാങ്കർ ലോറി വഴിയാണ്. ഇപ്പോൾ നമുക്കറിയാം റോഡ് മുഴുവൻ ഈ പൈപ്പ് പൊട്ടിയിട്ടുള്ള വെള്ളമാണ് ഈ റോഡ് മുഴുവൻ കാണുന്നത്. ഇവിടെയുള്ള കലൂർ ഭാഗങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ വെള്ളം കെട്ടിക്കിടന്ന് ബ്ലോക്ക് ആയിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. കാരണം 4 ദിവസമായിട്ടും കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പൈപ്പ് പൊട്ടിയിട്ട് പോലും വേണ്ട ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തോണ്ട് തന്നെ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ആളുകൾ ഇപ്പോൾ പൈസ മുടക്കിയാണ് ഇപ്പോൾ വെള്ളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ടും മെട്രോയുടെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല.